ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 2 തരത്തിലുള്ള അച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ്. അതിലൊന്ന് നമ്മൾ പാവയ്ക്ക ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, മറ്റേത് മിക്സഡ് അച്ചാറാണ്. അതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ ക്യാരറ്റ് ഉണ്ട്, പ്ലം ഉണ്ട്, നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ അധികം പഴുക്കാത്ത ഈന്തപ്പഴം ഉണ്ട്. ഈ പ്ലമ്മിന് അത്യാവശ്യം പുളിയുള്ള പ്ലമ്മാണ്. പിന്നെ പച്ചമുളകുണ്ട്. ഈ രണ്ടാമത്തെ മിക്സഡ് അച്ചാറിൽ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് ഒരുപാട് കുക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, വേഗം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അരിഞ്ഞെല്ലാം ഒരു നല്ല ഭംഗിക്ക് എടുക്കുക എന്നുള്ളത് കുറച്ച് മെനക്കെട്ട പണിയാണ്. അത് അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ അമ്മേനെ വീഡിയോ എടുത്തിങ്ങനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് അരിയുന്ന സമയത്ത് അമ്മ അടുപ്പിൽ വെള്ളം വെച്ചു. ഇത് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ചതിന് ശേഷം അമ്മ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അമ്മ അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത്. അമ്മയ്ക്കൊരു കൈയുടെ ഒരു കണക്കാണ്. അപ്പോൾ ഉപ്പ് നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ചിട്ട് ഉപ്പിടാം. അതിനുശേഷം അടുത്ത പൊടി ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അമ്മ ഒരു 2 കുഞ്ഞു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നോക്കിക്കുക, അത്യാവശ്യം ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞെടുത്ത മിക്സഡ് അച്ചാറിനുള്ള അത്രയും സാധനങ്ങൾ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് വേണം. അത്രയും വെള്ളം എടുത്തു. ഇപ്പോൾ ഒഴിക്കുന്നത് വിനാഗിരിയാണ്. പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി എടുത്തു. നമ്മൾ നാരങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ല. മാങ്ങയ്ക്കാണെങ്കിലും ഒരുപാട് പുളിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വിനാഗിരി ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി തിളച്ച വെള്ളമാണ്. അതുകൊണ്ട് തീ വളരെ സിമ്മാണ്, വളരെ മീഡിയം ലോ ആണ്. ശരിക്കും ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അതിന് തീ ഓഫ് ചെയ്തു അമ്മ. എന്നിട്ട് നമ്മൾ ആ വെള്ളം തണുക്കാൻ വെച്ചിരുന്ന സമയത്തേക്ക് അമ്മ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് റെഡായിട്ട് കാണുന്ന പ്ലമ്മാണ് കേട്ടോ. നല്ല ഇതിപ്പോൾ മിക്സ് ചെയ്ത സമയത്ത് തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാവയ്ക്ക അരിയുകയാണ് അമ്മ. അതെല്ലാം അമ്മ അരിഞ്ഞ് ആ വെള്ളവും തണുക്കാൻ വെച്ചിരിക്കുന്ന ആ സമയത്ത് അമ്മ പാവയ്ക്ക എല്ലാം അരിഞ്ഞ് ശരിയാക്കി. പാവയ്ക്ക ഒരുപാടങ്ങ് സ്ലൈസ്, ചെറിയ കനം കുറച്ചൊന്നുമല്ല, അത്യാവശ്യം അതിന് ചെറിയ കനമൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള പച്ചമുളകും അരിഞ്ഞ് അമ്മ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക ഉണ്ടാക്കുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. ചീനിച്ചട്ടി വെച്ചു. അതിലമ്മ ഓയിൽ ഒഴിച്ചു. ഇത് വെളിച്ചെണ്ണയല്ല, സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണ, അങ്ങനത്തെയൊക്കെ എണ്ണ ഉണ്ടല്ലോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടാനിട്ടു. കടുക് പൊട്ടാൻ എന്നെ താമസമാണ്. കടുക് പൊട്ടി വരുന്നു. അപ്പോൾ അമ്മ നല്ല കുറേ കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അമ്മ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഈ പാവയ്ക്ക അച്ചാറിലൊരു ഹൈലൈറ്റ് ഈ തേങ്ങാക്കൊത്താണ്. എനിക്കറിയത്തില്ല അങ്ങനെ ആരെങ്കിലും തേങ്ങാക്കൊത്തിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അമ്മ ഇതിനകത്ത് തേങ്ങാക്കൊത്തിട്ടു. അത് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം നല്ല തേങ്ങാക്കൊത്തിട്ടു. പിന്നെ വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇട്ടത്. വെളുത്തുള്ളി അത് മുഴുവനായിട്ടും ഇട്ടേക്കുവാണ്, അത് കീറിയിട്ടൊന്നുമില്ല. അപ്പം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് ഒരുപാടങ്ങ് വാടി അങ്ങനെയൊന്നും പോകത്തില്ല. അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയാണ് ഇത് നമ്മൾ അച്ചാർ ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ അതിൽ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ടു. പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്. കുഞ്ഞതായിട്ട് തോന്നുമെങ്കിലും നല്ല എരിവുണ്ട് അതിന്. അപ്പോൾ ഈ പച്ചമുളക് കൂടെ ഇട്ടതിന് ശേഷം അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്ക അമ്മ അവിടെ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്മ ഇട്ട 2 പൊടി എന്ന് പറഞ്ഞാൽ, ഒന്നാമത് അമ്മ ഇടുന്നത് കായപ്പൊടിയാണ്, രണ്ടാമത് ഉലുവാപ്പൊടി. കായപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു. വെള്ളം വാലാൻ വെച്ചിരുന്ന പാവയ്ക്കായും വേണം. വെള്ളം വാർന്ന് വെച്ചിരുന്ന പാവയ്ക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പാവയ്ക്ക നല്ല ഇളക്കി ഒരു ചെറിയൊരു പാവയ്ക്കയുടെ ഒരു വേകുമ്പോൾ ഒരു കയ്പിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ മണമൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഔട്ട്പുട്ട് വളരെ ടേസ്റ്റുള്ളതായിട്ടാണ്. ഞാനിതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. അതിലമ്മ വിനാഗിരി ഇട്ടു. പിന്നെ അമ്മ ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു കുറച്ച് ഇടത്തോളം ഇട്ടു, ചെറിയൊരു കളർ വ്യത്യാസം. ഓക്കെ, അതിന് വേണ്ടിയിട്ടൊരു മഞ്ഞൾപ്പൊടി ഇട്ടു. വിനാഗിരി ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതങ്ങ് വേവത്തില്ല. ഒരുപാടങ്ങ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടത്തില്ല. നമുക്കിത് പാവയ്ക്ക ഈ അച്ചാർ ഇട്ടെല്ലാം കഴിഞ്ഞാലും നമുക്കത് കടിക്കുമ്പോൾ ഒരു കറുമുറ എന്നൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു സുഖം. അപ്പം അത്
അവിടെ ഇങ്ങനെ ആവുന്ന സമയത്ത് അമ്മ ഇവിടെ വന്നിട്ട് ഇത് നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെന്തായിരുന്നു വിനാഗിരിയും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അമ്മ തിളപ്പിച്ച് സൈഡിൽ വെച്ചിരുന്ന വെള്ളം, അത് വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൽ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന ആ മിക്സഡ് സാധനങ്ങളെല്ലാം ഇട്ടു. എന്നിട്ട് കുറച്ച് സമയം അത് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോഴത്തെ അമ്മ ഇത് കോരിയെടുക്കുന്ന സമയത്ത് ശകലം പോലും ചൂടില്ല കേട്ടോ, അതിന് ഒട്ടും ചൂടില്ല. അതിൻ്റെ ആവിയെല്ലാം പോയി. എന്നിട്ട് അമ്മ കുഞ്ഞു കുപ്പിക്കകത്തോട്ട് ഇങ്ങനെ ഈ പച്ചമുളകെല്ലാം എടുക്കുന്ന സമയത്തുണ്ടല്ലോ അമ്മ ഓരോരോ ഹോൾ ഇട്ടിട്ടുണ്ട് ഈ പച്ചമുളകിൽ. അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പൊളന്ന് വന്നിട്ടില്ല, കുഞ്ഞു കുഞ്ഞു ഹോൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ എരിവും ഒക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളും. നല്ല രസമില്ല അമ്മ ഇങ്ങനെ അടുക്കി നിരത്തി ഇങ്ങനെ വെച്ചേക്കുന്നു കൊച്ചു കുപ്പിക്കകത്ത് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ വന്ന് അവൻ്റെ ആക്ഷനൊക്കെ തന്നിട്ട് പോയതാണ്. എൻ്റെ പാവയ്ക്കയും തണുത്തതിന് ശേഷം പാവയ്ക്കയും അമ്മ അതുപോലെ ബോട്ടിലിനകത്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഇതിങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് നോക്കി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മിക്സഡ് അച്ചാർ പാവയ്ക്ക, മിക്സഡ് അച്ചാർ പാവയ്ക്ക, അങ്ങനെ അമ്മ മിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇരിക്കുന്നത് കണ്ട് അമ്മ നിർവൃതി അടയുന്നത് കണ്ടോ. ഓക്കെ.